വാർത്തകൾ വിശദമായി. അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ സഹായം വേണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കൂടുതൽ പറയേണ്ടത് മുഖ്യമന്ത്രിയും ഓഫീസുമാണ്. മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും മുഹമ്മദ് റിയാസ് കണ്ണൂരിൽ പറഞ്ഞു. ഇടതുപക്ഷത്തിനെ തകർക്കണമെങ്കിൽ അതിന്റെ തല തകർക്കണമെന്നും അതിനാണ് മുഖ്യമന്ത്രി ആക്രമിക്കുന്നതെന്നും ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമില്ലെന്നും മലപ്പുറം പ്രചാരണത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറാണ് ജമാഅത്തെ ഇസ്ലാമിയെന്നും എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്തയക്കുമോ എന്നും ന്യൂനപക്ഷങ്ങളെ വർഗീയവാദികളാക്കാൻ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരെ ശക്തമായി പ്രതിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമല്ലേ. PR ഏജൻസിൻ്റെ ആവശ്യമില്ലല്ലോ. കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറയേണ്ടത്. ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് 2021 ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങൾ. ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ്. അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്.